ശ്രീ SJR കുമാറിലേക്കാണ്. ശ്രീ SJR കുമാർ, ഈ ഓണപൂജയ്ക്ക് ശേഷം നടയടച്ച സമയത്താണ് ഈ ദ്വാരപാലക ശില്പങ്ങളിലെ പാളികൾ അത് ചെന്നൈയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ജനം ടിവിയാണ് ആ വാർത്ത സെപ്റ്റംബർ 8-ാം തീയതി റിപ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ പുറത്തുവിട്ട വാർത്തയായിരുന്നു ഇത്. പിന്നീട് ഹൈക്കോടതിയുടെ അന്വേഷണം വരികയാണ്. ഹൈക്കോടതി ഇതിൽ വിശദീകരണം ആവശ്യപ്പെടുകയാണ്. അങ്ങനെ തുടങ്ങിയ ഒരു സംഭവം ഒരു വിവാദമായി തുടങ്ങി. ചില ദുരൂഹതകളെല്ലാം ഉണ്ടായി. ഇപ്പോൾ നമുക്ക് വളരെ കൃത്യമായി പറയുന്ന രീതിയിൽ ശബരിമലയിൽ നടന്നത് സ്വർണ്ണ കവർച്ചയാണ്, സ്വർണ്ണക്കടത്താണ് ശബരിമലയിൽ നടന്നത് എന്നത് വളരെ കൃത്യമായി പ്രകടമാണ്. ഇപ്പോൾ ശബരിമല കർമ്മസമിതി സന്നിധാനം പോലീസിന് പരാതി കൂടി നൽകിയിരിക്കുകയാണ്. ഇതിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ അക്കമിട്ട് പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു പരാതി പോലീസിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങയുടെ ബോധ്യം എന്താണ്? ഇതുവരെ അങ്ങ് മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്താണ് ശ്രീ SJR കുമാർ? നമസ്കാരം. നമസ്കാരം. ശബരിമലയിൽ വളരെ യാദൃച്ഛികമായിട്ടാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ച് നമ്മളൊക്കെ അറിയുന്നത്. അത് നമുക്കറിയാം, കേരള സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായിട്ട് ചേർന്നുകൊണ്ട് ആഗോള അയ്യപ്പ സംഗമം എന്ന ഒരു സംഗമം വിളിച്ചുകൂട്ടാനിടയായ സാഹചര്യത്തിൽ ഭക്തജന സംഘടനകളും അതുപോലെ തന്നെ വിവിധ ഹൈന്ദവ സംഘടനകളും ശബരിമലയുമായിട്ട് ആചാരപരമായി ബന്ധപ്പെട്ടവരൊക്കെ വളരെയധികം ആകാംക്ഷ അതിൽ പ്രകടിപ്പിച്ചു. പ്രധാനപ്പെട്ട കാരണം 2018 ശബരിമല യുവതി പ്രവേശന വിഷയത്തിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോൾ അതിന് റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്യാനും അഡീഷണൽ റിട്ട് പെറ്റീഷൻ ഫയൽ ചെയ്യാനും ഒക്കെ സമയം ഉണ്ടായിരിക്കെ അതൊന്നും പരിഗണിക്കാതെ കേട്ട പാതി കേൾക്കാത്ത പാതി തന്നെ അവിടെ ചില യുവതികളെ, അതെങ്ങനെയുള്ള യുവതികളാണെന്ന് ഞാൻ പറയുന്നില്ല, ഞാൻ ആരെയും ആക്ഷേപിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ നമ്മളെല്ലാം കണ്ടതാണ്. അവർ വിശ്വാസികളായിരുന്നോ ഇതൊക്കെ ജനങ്ങൾ തീരുമാനിക്കട്ടെ. അത്തരത്തിലുള്ള ആളുകളെ പോലീസ് വേഷം കെട്ടിയും പോലീസിൻ്റെ അകമ്പടിയോടുകൂടിയും അതിനെതിരെ പ്രക്ഷോഭം നടത്തിയ ജനങ്ങളെ, ഭക്തജനങ്ങളെല്ലാം വളരെ അതികഠിനമായി മർദ്ദിക്കുകയും അവരുടെ പേരിൽ കള്ളക്കേസ് എടുക്കുകയും ഒക്കെ ചെയ്തതെല്ലാം നമ്മൾ കണ്ടു. ശബരിമലയെ അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ എത്രത്തോളം തകർക്കാമോ അതിനുവേണ്ടി പ്രവർത്തിച്ച ഒരു സർക്കാരും ദേവസ്വം ബോർഡും ശബരിമലയുടെ വികസനത്തിന് വേണ്ടിയിട്ടും ശബരിമല അയ്യപ്പൻ്റെ ഖ്യാതി ലോകമെമ്പാടും എത്തിക്കാനെന്നും പറഞ്ഞുകൊണ്ട് നടത്താൻ ഒരുമ്പെട്ട ആ ഒരു ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ഏതാണ്ട് അതേ സമയം, അതിൻ്റെ ഒരുക്കങ്ങളുടെ സമയത്താണ് ഈ സ്വർണത്തിൻ്റെ മോഷണം പുറത്തു വരുന്നത്. അപ്പോഴും തുടക്കത്തിൽ വേണ്ട പോലെ നമുക്കൊന്നത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. കാരണം നമുക്ക് അവിശ്വസനീയമായൊരു വാർത്തയായിരുന്നു അത്. അതായത് അത്തരമൊരു ക്ഷേത്രത്തിൽ നിന്ന് മോഷണം പോവുക, അതല്ലെങ്കിൽ ഒരു വളരെ അനധികൃതമായ രീതിയിൽ മറ്റൊരാളുടെ കൈമാറ്റം ചെയ്യുക, അതൊക്കെ നമുക്കൊരിക്കലും അന്ന് വിശ്വസിക്കാൻ സാധിച്ചില്ല. പക്ഷേ പിന്നീട് നമുക്കറിയാം, അവിടുത്തെ ബഹുമാനപ്പെട്ട കമ്മീഷണർ, പ്രത്യേകിച്ച് സ്പെഷ്യൽ കമ്മീഷണർ ദേവസ്വം ബോർഡ് നിയോഗിച്ച അദ്ദേഹം ദേവസ്വം ബോർഡിനൊരു അറിയിപ്പ് കൊടുക്കുകയാണ്. ഇത്തരത്തിൽ നമ്മുടെ ഒന്നും അറിവില്ലാതെ, അതായത് ഈ ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണറുടെയോ അല്ലെങ്കിൽ കോടതിയുടെ അനുവാദമില്ലാതെ, അറിവോ ഇല്ലാതെ, സമ്മതമില്ലാതെ അവിടുന്ന് ദ്വാരപാലക വിഗ്രഹങ്ങളുടെ ചാർത്തിയിരുന്ന അല്ലെങ്കിൽ പൂശിയിരുന്ന ചെമ്പ് പാളികൾ അവിടുന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു എന്നൊരു വാർത്തയാണ് നമുക്ക് പിന്നീട് അറിയാൻ സാധിച്ചത്. പിന്നീട് കോടതി അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കുകയും അവിടുത്തെ വിജിലൻസിനെ കൊണ്ട് അന്വേഷിപ്പിക്കുകയും എല്ലാം ചെയ്തപ്പോഴാണ് സത്യത്തിൽ അതിൻ്റെ വിചിത്രമായ ഒരു രൂപം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അത് തികച്ചും വളരെ അപ്രതീക്ഷിതമായിരുന്നു. പക്ഷേ പിന്നീട് അങ്ങോട്ട് നമ്മൾ കാണുന്നത്, ഈ കോടതിയുടെ മുന്നിലേക്ക് എത്രയും പെട്ടെന്ന് അത് തിരികെ എത്തിക്കണമെന്ന് പറയുമ്പോൾ 2 ദിവസം കഴിഞ്ഞ് ദേവസ്വം ബോർഡിൻ്റെ വക്കീൽ വന്ന് പറയുകയാണ് അത് നിവൃത്തിയില്ല, കാരണം അത് ഉരുക്കി എന്നുള്ളതാണ്. അവിടെ ഇത് കുറച്ച് പഴയ ചരിത്രമാണെങ്കിലും ഇപ്പോൾ എനിക്ക് നമ്മുടെ മുന്നിലേക്ക് വരുന്ന മറ്റ് ചില ചോദ്യങ്ങളുണ്ട്. അതായത് ഈ ദേവസ്വം ബോർഡ് എങ്ങനെയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ള ഒരാളെ ഇത്തരത്തിൽ ഒരു എന്തെങ്കിലും കേടുപാട് പറ്റിയെന്ന് അവർ അവകാശപ്പെടുന്നു. അത് സംബന്ധിച്ചാൽ തന്നെ അത്തരം ഒരാളിനെ എന്തുകൊണ്ടാണ് അത് ഏൽപ്പിക്കാൻ ഇടയായത്? സാധാരണഗതിയിൽ ശബരിമലയായാലും ശരി, ദേവസ്വത്തിൻ്റെ ഏത് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടായാലും ശരി, അവിടെ സമർപ്പിക്കപ്പെട്ട ഏതെങ്കിലും ഒരു വസ്തുവിന് ഏതെങ്കിലും തരത്തിൽ ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ അത് പരിഹരിക്കാനായിട്ട് ആദ്യം സമീപിക്കുക അത് സമർപ്പിച്ച ആളിനെയാണ്. ഇവിടെ നമുക്കറിയാം, വിജയമല്യാണ് സമർപ്പിച്ചത്.
വിജയ് മല്യ 40 വർഷത്തെ ഗ്യാരണ്ടി കൊടുത്തിരുന്നു. അതുകൊണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ റിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടതാണ്. പക്ഷേ ദേവസ്വം ബോർഡ് അവരോട് അത് ആവശ്യപ്പെട്ടിട്ടില്ല. അത് അവരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ ഇത് റിപ്പയർ ചെയ്യാനായിട്ട് ആവശ്യപ്പെടുകയല്ല. ഇത് എന്തെങ്കിലും ഒരു ചോദ്യം പോലെ അവർക്ക് ചോദിക്കാതെ പെട്ടെന്നാണ് ഇത്തരത്തിൽ പറഞ്ഞിരുന്നു. അതെ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇത് എത്തിയിട്ടില്ല എന്നുള്ളത് വളരെ വ്യക്തമായി. അപ്പോൾ പിന്നെ എന്താണ് അടുത്ത് ചെയ്യേണ്ടത്? സാധാരണഗതിയിൽ ഈ ഒരു സ്ഥാപനം എന്തെങ്കിലും അത്തരത്തിലൊരു വർക്ക് ആരെ ഏൽപ്പിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടെൻഡർ വിളിക്കണം. ഇത്തരം ഒരു വർക്കുണ്ട്, അതിന് ടെൻഡർ വിളിച്ച് ആ ടെൻഡറിൽ ഇതിനുമായിട്ട് ഈ പരിചയമുള്ള ആളുടെയാണ് നമ്മൾ സാധാരണ ടെൻഡർ അപേക്ഷിച്ച് അവരെ സ്വീകരിക്കുക. അത് പരിശോധിച്ച ശേഷം യുക്തമായ ഒരു തീരുമാനമെടുത്ത് ഒരാളെ ഏൽപ്പിക്കുകയാണ് പതിവെങ്കിൽ അങ്ങനെ ഒരു ടെൻഡർ ഇവിടെ വിളിച്ചില്ല. ഈ ഉണ്ണികൃഷ്ണൻ പേറ്റി എന്നുള്ള ഒരാളെ ആൾ ഓഫ് എ സഡൻ അത് ദേവസ്വം നമ്മൾ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം പത്രമാധ്യമങ്ങളിൽ പുറത്തേക്ക് വന്ന വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറയുന്നത്. ദേവസ്വം ബോർഡ് കൂടി ഒരു തീരുമാനം എടുക്കുകയാണ് ഇതിൻ്റെ റിപ്പയർ വർക്ക് ഈ ഉണ്ണികൃഷ്ണൻ പോയിട്ട് ഏൽപ്പിക്കാം എന്നുള്ളത്. പക്ഷെ നമുക്കറിയാം അദ്ദേഹത്തിന് ഇത്തരത്തിൽ ചെയ്ത് യാതൊരു പരിചയമോ അതല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയോ അല്ലത്. കോടതി ഈ ഉത്തരവിൽ തന്നെ ദേവസ്വം ബോർഡ് ഉത്തരവിൽ തന്നെ പറയുന്നത് സ്മാർട്ട് ക്രിയേഷനിലേക്ക് ഇത് കൊണ്ടുപോയി റിപ്പയർ ചെയ്ത് കൊണ്ടുവരാനായിട്ട് ഒരു ഇടനിലക്കാരനായിട്ടാണ് അദ്ദേഹം വെച്ചത്. എന്തിനാണ് ഒരു ഇടനിലക്കാരൻ? ദേവസ്വം ബോർഡിന് നേരിട്ട് അവരുടെ ഉദ്യോഗസ്ഥന്മാർ വഴി അവിടെ എത്തിക്കാമല്ലോ. രണ്ടാമത്തെ വിഷയം, അത്തരത്തിലുള്ള തീരുമാനമെടുത്ത് ഇദ്ദേഹത്തെ ഏൽപ്പിക്കുമ്പോൾ അത് മുൻകൂട്ടി അനുവാദം മേടിച്ചില്ല എന്നുള്ള വിഷയമുണ്ട്. കാരണം ദേവസ്വം മാനുവലിലെ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്, ഈ ഏതെങ്കിലും തരത്തിൽ ദേവസ്വത്തിൻ്റെ ഇത്തരത്തിൽ സ്വത്തുക്കൾക്ക് എന്തെങ്കിലും ഒരു ഹാനി പറ്റിയാൽ അല്ലെങ്കിൽ റിപ്പയർ ചെയ്യേണ്ട വിഷയം ഉണ്ടെങ്കിൽ അത് ശബരിമല വെച്ച് തന്നെ നടത്തണമെന്നുണ്ട്. പക്ഷെ അത് ലംഘിച്ചു. ഇദ്ദേഹത്തിന് ഇത് കൊടുത്തയച്ചതിന് ശേഷം നമുക്കൊക്കെ അറിയാം 39 ദിവസം, അത് ദേവസ്വം തന്നെ പറഞ്ഞ ദേവസ്വം പ്രസിഡന്റ് തന്നെ വെളിപ്പെടുത്തിയാണ്, മറ്റേ ദേവസ്വം ഉദ്യോഗസ്ഥനെ വെളിപ്പെടുത്തിയ വിഷയമാണ്. 39 ദിവസത്തിന് ശേഷമാണ് ഈ ഒരു മൂർത്തിയുടെ ആ ഗോൾഡൻ പ്ലേറ്റ് ഈ സ്മാർട്ട് ക്രിയേഷനിൽ എത്തിക്കുന്നത്. സ്മാർട്ട് ക്രിയേഷനിൽ എത്തിക്കുമ്പോഴാണ് ദേവസ്വത്തിൻ്റെ ഉദ്യോഗസ്ഥർ അവിടെ എത്തുകയും അതിൽ പോരായ്മകൾ കണ്ടുപിടിക്കുകയും ചെയ്യുന്നത്. ഇനി അവിടെ സ്മാർട്ട് ക്രിയേഷൻ്റെ വശത്തോട് നമ്മൾ നോക്കിയാൽ അതല്ല ഇന്ന് പുറത്തേക്ക് വന്ന വിഷയമാണ്. അവർ പറയുന്നത് ഞങ്ങൾ ഒരിക്കലും സ്വർണം പൂശിയതോ അത്തരത്തിൽ ഏതെങ്കിലും പൂശിയൊരു വസ്തു സ്വീകരിക്കാറില്ല, ബെയർ മെറ്റലായിട്ടുള്ള ഒരു വസ്തു മാത്രമേ സ്വീകരിക്കാറുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ മുന്നിലെത്തിയത് ചെമ്പിൻ്റെ ഒരു തകിടായിരുന്നു, ചെമ്പിൻ്റെ ഈ മൂർത്തിയുടെ ഒരു മോൾഡായിരുന്നു എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അപ്പോൾ ഇത് സ്വർണ്ണം അവിടെ പോയി. അപ്പോൾ ഇത്തരത്തിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയൊരു വിഷയം, കാരണം എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നമ്മൾ പല പ്രാവശ്യം ചർച്ച ചെയ്യുന്നത് ഞാൻ വീണ്ടും അതിലേക്ക് പോകുന്നില്ല. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോയപ്പോഴാണ് പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്, പല പുതിയ കാര്യങ്ങളും. ഇപ്പോൾ ഈ 2019 ഇത്തരം സംഭവിച്ചെങ്കിൽ നമുക്ക് ഈ 2025 ഓഗസ്റ്റ് മാസം നടന്ന കാര്യമാണല്ലോ കോടതിയുടെ മുന്നിൽ വന്നത്. അപ്പോൾ വീണ്ടും ഇപ്പോൾ 2019 ഈ വിഷയം വേണ്ട തരത്തിൽ ഗൗനിച്ചില്ല, അല്ലെങ്കിൽ അതിൻ്റെ അപകടം മനസ്സിലാക്കിയില്ല, പിന്നീടാണ് മനസ്സിലാക്കിയെന്നൊക്കെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുമ്പോഴും, അതല്ലെങ്കിൽ 2019 നടന്നത് ശരിയായില്ല, അതിനെക്കുറിച്ച് അന്വേഷിക്കണം, സ്വമേധയാ നമ്മൾ ഹൈക്കോടതിയിൽ ആവശ്യപ്പെടുക ഒരു അന്വേഷണത്തിന് വേണ്ടി എന്നൊക്കെ പറയുമ്പോഴും അദ്ദേഹം ഒരു കാര്യം മറന്നുപോവാണ്, ഇത് വീണ്ടും ലംഘിച്ചത് അദ്ദേഹം തന്നെയാണ്. എന്തുകൊണ്ടാണ് വീണ്ടും ഇതേ വ്യക്തിയിലേക്ക് തന്നെ ഇപ്പോൾ 2020 ഈ ഓഗസ്റ്റ് മാസത്തിൽ ഇത് അഴിച്ചു കൊടുക്കാനിടയായത്? വീണ്ടും ദുരൂഹതയാണ്. കാരണം ഇത് അഴിച്ചുകൊണ്ട് പോയത് ഉരുക്കി എന്നാണ് പറയുന്നത്. അവിടെ മറ്റൊരു വിഷയം, ഇതിപ്പോൾ സ്മാർട്ട് സൊല്യൂഷൻസ് ആണ് അവരെ കാണുന്നത് അയച്ചെങ്കിൽ, നമ്മൾ നേരത്തെ സ്മാർട്ട് സൊല്യൂഷൻസ് അഡ്വക്കേറ്റ് പറയുന്നൊരു കാര്യമുണ്ട്, അവരുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് അത്തരം വസ്തുക്കൾ ഒരിക്കലും അവിടെ സ്വീകരിക്കില്ല. അത് കോട്ടിംഗ് ഉള്ള വസ്തുക്കളോ റിപ്പയറിങ് അവർ ചെയ്യാറില്ല. ബെയർ മെറ്റലിൻ്റെ പുറത്ത് ഇലക്ട്രോപ്ലേറ്റിംഗ് വഴി സ്വർണം പൂശുന്ന പണി മാത്രമേ ഞങ്ങൾ ചെയ്യാറുള്ളൂ എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ അഴിച്ചുകൊണ്ട് പോയത് ഈ സ്വർണം പൂശിയതാണല്ലോ, 2019 പൂശി എന്ന് പറയുന്ന ആ വസ്തു എങ്ങനെയാണ് വീണ്ടും അവിടെ എത്തുക? അവിടെ എത്തിയിട്ട് അവർ സ്വീകരിച്ചോ? അത് ഇന്നൊരു ചോദ്യചിഹ്നമാണ്. അവരതിൽ ഈ ഉരുക്കിയെന്ന് പറയുന്നത് ആരാണ് ഉരുക്കിയിരിക്കുന്നത്? ഈ സ്മാർട്ട് സൊല്യൂഷൻസ് പറയുന്നത് അത് സ്വീകരിക്കില്ല എന്ന് പറയുമ്പോൾ അത് മറ്റെവിടെ ചെന്നിട്ടുണ്ട്. അങ്ങനെ ദുരൂഹതയുടെ പുറത്ത് ദുരൂഹതയാണ് ഇന്ന് നമ്മുടെ മുന്നിലുള്ളത്. എന്തായാലും പിന്നീട് നടന്ന പല സംഭവങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാകേണ്ടത് ഇത് മാത്രമായിരിക്കില്ല. കാരണം ഈ പറഞ്ഞ നമ്മുടെ മുന്നിൽ എത്താത്ത പല വിഷയങ്ങളും ഉണ്ടെന്നുള്ളത് പിന്നീട് മനസ്സിലാകാണ്. കാരണം ഇദ്ദേഹം ഒരു ഡോറ് പണിഞ്ഞിട്ട് ഇതിനോടൊപ്പം 2019 ഇത് ഒരു പ്രദർശന വസ്തുവായിട്ട് പല സ്ഥലത്തേക്ക് കൊണ്ടുപോവുക. അത് കേരളത്തിന് പുറത്തേക്കും പോയി, ബാംഗ്ലൂരിൽ പോയെന്ന് പറയുന്നുണ്ട്, ചെന്നൈയിൽ തന്നെ പല സ്ഥലങ്ങളിൽ എത്തിക്കുന്നു. അത്തരത്തിൽ ശബരിമലയിലെ പരിശുദ്ധമായി സൂക്ഷിക്കേണ്ട ഒരു വസ്തു, നമുക്കറിയാം അവിടെ ഏത് തരത്തിലാണ് നമ്മുടെ ഭഗവാനെ അവിടെ ദർശിക്കുന്നതെന്നുള്ളത്. അവിടെ ഒരുപാട് നിയന്ത്രണങ്ങളുള്ള സ്ഥലമാണ്. അവിടുത്തെ എല്ലാ വസ്തുവിനും അതിൻ്റേതായിട്ടുള്ള ഭവ്യതയുണ്ട്. ആ ഭവ്യതയെല്ലാം ഇല്ലാതാക്കി അതിൻ്റെ എല്ലാ ശക്തിയും ചൈതന്യത്തെയും ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് നാട് നീളെ ഒരു പ്രദർശന വസ്തുവാക്കി ഇത് കൊണ്ടുപോവുക. ഇതിനെല്ലാം ദേവസ്വം ബോർഡ് കൂട്ടുനിൽക്കുക.
ഇതെവിടെ പോയെന്ന് പോലും ദേവസ്വം ബോർഡ് അന്വേഷിക്കാതിരിക്കുക. തിരിച്ചു വന്നാൽ ആ വസ്തു യഥാർത്ഥത്തിൽ പോയ വസ്തുവാണോ അതല്ലെങ്കിൽ അതിൻ്റെ മാറ്റും ഈടും തൂക്കമൊന്നും നോക്കാതെ സ്വീകരിക്കാം. ഇത്തരത്തിലെ വളരെ നിരുത്തരവാദപരമായ രീതിയിലാണ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥന്മാരും വിജിലൻസ് ഉൾപ്പെടെയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയാമെന്ന പ്രധാന വിഷയം ഇന്നിപ്പോൾ ഒട്ടേറെ ചോദ്യങ്ങൾക്ക് ഇത്തരത്തിൽ മറുപടി ലഭിക്കേണ്ടതുണ്ട്.